1 നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇത്രയും CGPA വേണോ, അല്ലെങ്കിൽ ബിടെക് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂസ്, ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഹേ ഗൈസ്, ദിസ് ഈസ് ഷാർലി ബോബ്. നിങ്ങൾ എന്റെ ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അത് നിങ്ങളൊരു ബിടെക് സ്റ്റുഡന്റ് ആണെങ്കിൽ, യു ഷുഡ് ഡെഫിനറ്റ്ലി കൺസിഡർ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ബിക്കോസ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്താന്ന് വെച്ചാൽ, if you're a first year BTech student, this video could save you from lot of confusion and stress. And these are the 7 things I really wish someone told me when I started engineering. അപ്പൊ ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, you don't need to know everything on day 1. അതായത് നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളുടെ പെർഫോമൻസ് ഡേ 1 കണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ വിലയിരുത്തരുത്. കാരണം ഡേ 1 നമ്മളെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇനിയുള്ള 4 വർഷം എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഡേ 1 നമ്മള് ഇത് ആലോചിച്ച് അധികം സ്ട്രെസ് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ. നമുക്ക് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ ഫസ്റ്റ് ടിപ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോ സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചാല്, GPA മാറ്റേഴ്സ് ബട്ട് ഇറ്റ്സ് നോട്ട് എവറിത്തിങ്. അതായത് ഇപ്പം എല്ലാവർക്കും CGPA SGPAയുടെ കാര്യം ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യമേ കയറുമ്പോഴേ തന്നെ എല്ലാവരും നമ്മളിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇത്രയും CGPA വേണോ, അല്ലെങ്കിൽ ബിടെക് ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ CGPA നമ്മുടെ മാർക്സ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മുടെ പ്ലേസ്മെന്റ് ഡ്രൈവിൽ ജസ്റ്റ് ഒന്ന് കയറാനുള്ള ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ, ഒരു പ്രിലിമിനറി റൗണ്ട് എന്ന് മാത്രമാണ് അതിനെ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും നമ്മുടെ സ്കിൽസ്, കൺസിസ്റ്റൻസി, പ്രോജക്റ്റ്, ഇതൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. CGPA SGPAയുടെ കാര്യം ആലോചിച്ച് അധികം ടെൻഷൻ ആവാണ്ടിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, സ്റ്റാർട്ട് ലേണിംഗ് ബേസിക് കോഡിംഗ് ഏർലി. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കോഡിംഗ് സ്കിൽസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം പ്ലേസ്മെന്റ്സിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യുന്ന സമയമാവുമ്പോൾ എല്ലാ കമ്പനിയുടെയും റൗണ്ടിലുള്ള ഒരു കാര്യമാണ് കോഡിംഗ് റൗണ്ട് എന്നുള്ളത്. അതിൽ നമ്മൾ നോ മാറ്റർ വിച്ച് ബ്രാഞ്ച് യു ആർ ബിലോങ് ടു, നമ്മളിപ്പോ സിവിൽ ആയിക്കോട്ടെ, മെക്ക് ആയിക്കോട്ടെ, ഇപ്പം കോഡിംഗ് ആയിട്ട് ബന്ധമില്ലാത്ത ബ്രാഞ്ച് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കോഡിംഗ് സ്കിൽസ് ബേസിക് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റിൽ കോഡിംഗ് സ്കിൽ എന്നുള്ള ആ റൗണ്ട് ഒന്ന് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത കാര്യമാണ്, ഡോണ്ട് ഇഗ്നോർ സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രസന്റേഷൻ ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇന്റർവ്യൂസ്. അപ്പൊ ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം നമ്മള് ഇപ്പൊ നമുക്ക് ഞങ്ങളുടെ കോളേജിലൊക്കെ ആണെങ്കിൽ ചെറിയ ഇപ്പം S2 S3 ഒക്കെ ഉള്ള സമയം തൊട്ടേ സെമിനാർസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, മോക്ക് ഇന്റർവ്യൂസ് എല്ലാം നടത്തുമായിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടുള്ള സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് അധികം ഇല്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ, അതായത് ചെറിയ സെം തൊട്ടേ ശീലിച്ച് വരണം. ഇപ്പം ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതല്ല പേടിച്ചിരുന്നാലും നമ്മൾ ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് തന്നെ അത് സീനാവത്തേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, ഇപ്പൊ ഞാനാണെങ്കിൽ പറയാം, എനിക്ക് പല ആദ്യത്തെ ടൈമിലൊക്കെ ഇങ്ങനെ അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരുമല്ലോ, ഇപ്പം ഫോർ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ട്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ കോള് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പം നമ്മളായിട്ട് തന്നെ അത് മാറ്റിയെടുക്കാം. അപ്പം നമ്മൾ സംസാരിച്ച് കോൺഫിഡന്റ് ആവത്തുള്ളൂ. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചാല്, ലേൺ ഔട്ട്സൈഡ് ദി സിലബസ്. അതായത് നമ്മൾ ഈ ബുക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ ചില സമയത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് നമ്മളുടെ ഒരു പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് ഇല്ലെങ്കിൽ പോലും നിങ്ങള് ഔട്ട്സൈഡ്, ഇപ്പൊ കുറെ കോഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നുണ്ടല്ലോ, സൈബർ സെക്യൂരിറ്റി, IoT, റോബോട്ടിക്സ്. അപ്പൊ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഒരു സ്കില്ലൂടെ പഠിച്ചിരിക്കണം. അതാവുമ്പോൾ നമ്മൾ അത് റെസ്യൂമേൽ ആഡ് ആക്കുമ്പോൾ നമ്മളെ കുറിച്ച് നമ്മുടെ കാര്യം അവരത് ചോദിക്കുമ്പം, ആ സ്കില്ലിന്റെ കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. കാരണം എന്താ, അത് നമ്മൾ സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളാ, അല്ലാണ്ട് വേറൊരാൾ നമുക്ക് പറഞ്ഞു തന്നല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു എക്സ്ട്രാ തിങ് നമ്മൾ എപ്പോഴും നമ്മളെ യുണീക്ക് ആയിട്ട് നിർത്തുന്ന ഒരു സ്കില്ല് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അല്ലാണ്ട് എല്ലാവരും എടുക്കുന്ന ഒരു കാര്യത്തിന്റെ പുറകെ തന്നെ, അതായത് ഇപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ പഠിക്കുന്നതാണല്ലോ. അപ്പൊ നമ്മളെ യുണീക്ക് ആയിട്ട് നടത്തുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് നിങ്ങൾക്ക് യൂട്യൂബ്, കോഴ്സറ, ഇതെല്ലാം റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാര്യമാണ്, മേക്ക് ഫ്രണ്ട്സ് വിത്ത് സീനിയേഴ്സ്.
ഈ ഒരു കാര്യം ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ നമ്മൾ സീനിയേഴ്സുമായിട്ട് നമ്മൾ കണക്ഷൻ കീപ്പ് ചെയ്യണം. അത് നമുക്ക് ഫ്യൂച്ചറിലായിക്കോട്ടെ നമ്മുടെ പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ എക്സാംസിന്റെ ടിപ്സ്, ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം നമുക്ക് സീനിയേഴ്സ് വഴിയും കിട്ടും. അതുകൊണ്ട് സീനിയേഴ്സുമായിട്ട് നിങ്ങൾ കണക്ഷൻ വെക്കുക. അത് ഈവൻ ഇഫ് വേറെ ബ്രാഞ്ച് ആണെങ്കിൽ പോലും നിങ്ങൾ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കണക്ഷൻസ് നല്ല നല്ല കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ടിപ്പാണ്, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എൻജോയ് ദ റൈഡ്, നോട്ട് ജസ്റ്റ് ദി റേസ്. അതായത് ബിടെക്കിനെ ജസ്റ്റ് അക്കാഡമിക്സ് മാത്രമായിട്ട് കാണാണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വേറെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ് വരും, അതിൽ പങ്കെടുക്കാം, വർക്ക്ഷോപ്സ്, പിന്നെന്താ വേറെ കുറെ ഫെസ്റ്റ് ഉള്ളു. ഇപ്പൊ NIT-ലാണെങ്കിൽ തന്നെ കുറെ ഫെസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ പങ്കെടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും. നമുക്ക് ഈ വേറെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു കോളേജ് ലൈഫും കുറച്ചും കൂടെ ഫൺ ആവും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ആസ് എ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് നിങ്ങളോട് പറയാനുള്ള കുറച്ച് ടിപ്സ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണാൻ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.